fire. With fire. So we just call. I didn't understand. ഹായ്, പുതിയ ഒരു യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വന്യജീവി സഫാരി ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടസ്ഥലമായ കെനിയയിലെ മസായിമാരയിലേക്കാണ് എന്റെ ഈ യാത്ര. നമ്മുടെ നാട്ടിലെ സാധാരണ സഫാരിയേക്കാൾ വ്യത്യസ്തമായി നൂറുകണക്കിന് മൃഗങ്ങളെ, പ്രത്യേകിച്ചും ബിഗ് 5 എന്ന് പൊതുവെ വിളിക്കുന്ന സിംഹം, പുലി, ആന, കാട്ടുപോത്ത്, കാണ്ടാമൃഗം എന്നിവയെ വളരെ സമീപത്തായി അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ കാണാമെന്നതാണ് മസായിമാരയെ കൂടുതൽ ജനപ്രിയമാക്കുന്നത്. ഇന്ത്യയുടെ കൊച്ചി, മുംബൈ, നെയ്റോബി ഫ്ലൈറ്റിലാണ് ഞാൻ കെനിയയിലേക്ക് പോകുന്നത്. മുംബൈ, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലേക്ക് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ ലഭ്യമായുള്ളൂ. നേരത്തെ പ്ലാൻ ചെയ്താൽ സീസൺ അനുസരിച്ച് ഏകദേശം 35,000 രൂപ മുതൽ റിട്ടേൺ ടിക്കറ്റുകൾ ലഭ്യമാകും. ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മസായിമാര സന്ദർശിക്കുന്നത്. ചെറിയ ഒരു എയർപോർട്ടാണിത്. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കാണേണ്ട എയർപോർട്ടിന്റെ പകിട്ടുകളൊന്നും ഇവിടെ കാണാനില്ല. എങ്കിലും ധാരാളം സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു എയർപോർട്ടാണിത്. എയർപോർട്ടിൽ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനുള്ള വാഹനം തയ്യാറായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 270 കിലോമീറ്റർ ദൂരമുണ്ട് മസായിമാരയിലേക്ക്. ഏകദേശം 7 മണിക്കൂർ എടുക്കുന്ന ദീർഘമായ ഒരു യാത്രയാണത്. തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ ടാൻസാനിയയുടെ അതിർത്തിക്കടുത്തായിട്ടാണ് മസായിമാര സ്ഥിതി ചെയ്തത്. നൈറോബി നാഷണൽ പാർക്കാണ് റോഡിന്റെ ഇടതുവശത്ത് കാണുന്നത്. ഇവിടെയും സിംഹവും, പുലിയും, കാണ്ടാമൃഗവും ഒക്കെ കാണപ്പെടുന്നുണ്ട്. എന്റെ ഈ യാത്ര വ്യത്യസ്തമാക്കി തീർത്തത് 2 പ്രശസ്ത യൂട്യൂബർമാരുടെ സാന്നിധ്യമായിരുന്നു. കാടിനെ നമുക്ക് അടുത്ത് കാണിച്ചു തരുന്ന ഡോട്ട് ഗ്രീൻ ചാനലിന്റെ ബിബിനും പിക്കോളിൻസ് വൈബിന്റെ കോളിനും ആയിരുന്നു അവർ. ബിബിൻ വഴിയാണ് മസായിമാരയിൽ സഫാരി നടത്തുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള 2 Awesome മസായിയുമായി ബന്ധപ്പെട്ട് എനിക്ക് സഫാരിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മലഞ്ചെരുവിലൂടെയാണ് ഇപ്പോൾ റോഡ് കടന്നു പോകുന്നത്. ഇടതുവശത്ത് നീണ്ടുകിടക്കുന്ന താഴ്വരയാണ്. അങ്ങകലെയായി ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമൂടിയ മലകളൊക്കെ കാണുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ വാഹനം ഒരു സ്ഥലത്ത് നിർത്തി. സഞ്ചാരികളെയും കൊണ്ട് പോകുന്ന സഫാരി വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ കുറച്ച് കടകളും മൃഗങ്ങളുടെ തോലുകൊണ്ട് നിർമ്മിച്ച കുപ്പായങ്ങളും തൊപ്പികളും ഒക്കെ അവിടെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ചെറിയ ഒരു ഫീസ് നൽകിയാൽ അവയൊക്കെ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം. അപ്പോഴാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലി വ്യൂ പോയിന്റ് ആണെന്ന്. ചിത്രങ്ങളിൽ കൂടി മാത്രം കണ്ടിട്ടുള്ള ഒരു ലോക അത്ഭുതം നേരിട്ട് കണ്ട ആവശ്യത്തിലായിരുന്നു ഞാൻ. 6000 കിലോമീറ്ററിലധികം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുടർച്ചയായ ഭൂമിശാസ്ത്രപരമായ താഴ്വാരങ്ങളുടെ ഒരു പരമ്പരയാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഇത് ഭൂമിയിലെ ഒരു വലിയ വിള്ളലാണെന്ന് വേണേൽ പറയാം. ഏഷ്യയിലെ ടർക്കിയിലെ ഹത്വേ പ്രവിശ്യയിൽ തുടങ്ങി ചെങ്കടൽ വഴി തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ മൊസാംബിക് വരെ 9 രാജ്യങ്ങളിൽ കൂടി നീളുന്ന ഒരു വലിയ ഭൂമിശാസ്ത്ര സവിശേഷതയാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. സജീവമായ അഗ്നിപർവ്വതങ്ങൾ, ചൂടുനീരുറവകൾ, ഗീസറുകൾ എന്നിവകൊണ്ട് നിറഞ്ഞ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങളുടെ ഫലനമായി രൂപം കൊണ്ട താഴ്വരകളുടെയും പർവ്വതങ്ങളുടെയും ആഴത്തിലുള്ള വിള്ളലുകളുടെയും ഒരു പരമ്പരയാണിത്. വിശാലമായ മരുഭൂമികൾ, വിക്ടോറിയ തടാകം, നക്കുരു തടാകം, ടാങ്കനിക്ക തടാകം തുടങ്ങിയ പ്രശസ്തമായ തടാകങ്ങൾ എന്നിവയുൾപ്പെടെ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും ഇവിടെയുണ്ട്. സമ്പന്നമായ വന്യജീവികളും സസ്യജാലങ്ങളും നിറഞ്ഞ ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രധാന മേഖലയാണ് ഈ താഴ്വര. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ വന്യജീവി സമ്പത്തുള്ള ഒരു പ്രദേശമാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഗ്രേറ്റ് റിഫ്റ്റ് വാലി മനുഷ്യ ചരിത്രത്തിന്റെ പരിണാമ പഠനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. മസായിമാര ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ കൂടിയുള്ള യാത്ര എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്തതുമാണ്. ക്രിസ്തുവിന് മുമ്പ് 2000 തന്നെ മനുഷ്യവാസമുണ്ടായിരുന്ന കെനിയയുടെ ചരിത്രം ശിലായുഗം മുതലുള്ളതാണ്. AD 1-ാം നൂറ്റാണ്ടിലെ ബന്ധു ഗോത്രത്തിന്റെ കുടിയേറ്റം പുതിയ ഭാഷ, സംസ്കാരം, കൃഷി എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന കെനിയ ഈജിപ്ത്, ഗ്രീസ്, ചൈന തുടങ്ങിയ പുരാതന നാഗരികതകളുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറിയ ഇവിടെ അവർ കാപ്പി, ചായ തുടങ്ങിയ നാണ്യവിളകൾ കൊണ്ടുവന്നതോടൊപ്പം ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും
നടത്തുകയും ചെയ്തു. 1950കളിൽ മൗ മൗ കലാപത്തിലൂടെ കൊളോണിയൽ ഭരണത്തോടുള്ള തദ്ദേശീയരുടെ ചെറുത്തുനിൽപ്പ് പ്രകടനമായി. 1963 ഡിസംബർ 12 ജോമോ കെനിയാട്ട ആദ്യ പ്രസിഡന്റായി കെനിയ സ്വാതന്ത്ര്യം നേടി. ഇന്ന് സ്ഥിരതയുള്ള ജനാധിപത്യമുള്ള ഒരു റിപ്പബ്ലിക്കായ കെനിയ ഓരോന്നിനും അതിൻ്റെതായ സർക്കാരുകളുള്ള 47 കൗണ്ടികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ ഭാഷയും സംസ്കാരമുള്ള 40-ലധികം വംശീയ വിഭാഗങ്ങളുള്ള വൈവിധ്യമാർന്ന രാജ്യമാണ് കെനിയ. സംഗീതം, നൃത്തം, കല എന്നിവയുൾപ്പെടെ സമ്പന്നമായ പാരമ്പര്യങ്ങൾക്ക് കെനിയൻ സംസ്കാരം പേരുകേട്ടതാണ്. കിളിമഞ്ചാരോയ്ക്ക് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കെനിയയുടെ പേരിലാണ് കെനിയ അറിയപ്പെടുന്നത്. ചായ, കാപ്പി, പൂക്കൾ, ചോളം, ഗോതമ്പ്, കരിമ്പ് എന്നിവയുടെ മുൻനിര ഉൽപാദക രാജ്യമാണ് ഈ രാജ്യം. ചെറുകിട കർഷകരാണ് ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന കെനിയയിൽ വിനോദസഞ്ചാരവും വ്യാപാരവും സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നു. എങ്കിലും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വികസനത്തിനുള്ള മാന്ദ്യവും തൊഴിലില്ലായ്മയും ഇതിലെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം ചെറുപ്പക്കാർ വഴിയരികിൽ സമയം ചെലവഴിക്കുന്ന കാഴ്ചയും പൊതുഗതാഗതത്തിന്റെ അഭാവവും കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയുമൊക്കെ ഈ രാജ്യം സാധാരണക്കാർക്ക് വേണ്ടി ഇനിയും വികസിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നവയാണ്. ഞങ്ങൾ മസായി മാരയിലേക്ക് പ്രവേശിക്കുകയാണ്. കടന്നുപോകുന്ന വാഹനങ്ങളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ചിലരൊക്കെ വഴിയരികിൽ ഇരിപ്പുണ്ട്. നേരത്തെ കണ്ടതിൽ നിന്നും ഭൂപ്രകൃതിയൊക്കെ മാറി സാവന്നയുടെ പ്രത്യേകതയായ പുൽമേടുകൾ കണ്ടു തുടങ്ങി. ശൈത്യകാലത്തിന്റെ വരണ്ട സമയം ആയതിനാൽ പുൽമേടുകളൊക്കെ ഉണങ്ങി തവിട്ടു നിറത്തിലാണ്. ടാറിടാത്ത റോഡുകളൊക്കെ പൊടി പിടിച്ചു കിടക്കുകയാണ്. കന്നുകാലികളെയൊക്കെ എല്ലായിടത്തും കാണാം. തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ ടാൻസാനിയയിലെ സെറൻഗെറ്റി ദേശീയോദ്യാനത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് മസായി മാര. ഭൂമിശാസ്ത്രപരമായി ഏകദേശം 1510 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് ഉരുണ്ടുകൂടിയ കുന്നുകൾ, പുൽമേടുകൾ, അക്കേഷ്യ വനപ്രദേശങ്ങൾ എന്നിവയാൽ സവിശേഷമാണ്. നൂറ്റാണ്ടുകളായി ഭൂമിയിലെ വന്യജീവികളുമായി സഹവസിക്കുന്ന അർദ്ധനാടോടികളായ മസായി ജനതയുടെ ആവാസ കേന്ദ്രമാണിത്. സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും വെള്ളം നൽകുകയും ചെയ്യുന്ന റിസർവിലൂടെ ഒഴുകുന്ന മാറാ നദി വന്യജീവികളുടെ ഒരു ജീവനാടിയാണ്. കുത്തുകളുള്ളത് എന്നർത്ഥമുള്ള മാര മസായി ഭാഷയിൽ മരങ്ങൾ, പാറക്കെട്ടുകൾ, കുറ്റിക്കാടുകളുടെ കൂട്ടങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന റിസർവിന്റെ ഭൂപ്രകൃതിയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ മസായി മാര എന്ന പേര് കുത്തുകളുള്ള ഭൂപ്രകൃതിയുള്ള മസായി ജനതയുടെ നാട് എന്ന് വിവർത്തനം ചെയ്യാം. മാരാ നദിയുടെ കരയിൽ താമസിക്കുന്ന മസായിക്കാരുടെ നാട് എന്നും പറയാറുണ്ട്. സമയം ഉച്ചകഴിഞ്ഞ് 2:30 ആയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് സഫാരി ഒന്നുമില്ല. മസായികളുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരു ഗ്രാമം സന്ദർശിക്കാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. മസായികൾ ഞങ്ങളെ സ്വീകരിക്കാൻ വരുന്ന കാഴ്ചയാണിത്. ഇതാണ് അവരുടെ ആചാരം. എല്ലാവരും ഇംഗ്ലീഷ് പറയൂ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. തലയിൽ സിംഹത്തിന്റെ തോലുകൊണ്ടുള്ള തൊപ്പി വെച്ചയാൾ ഇവരുടെ നേതാവാണ്. മറ്റൊരാളുടെ കയ്യിൽ മൃഗത്തിന്റെ കൊമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണമുണ്ട്. ഗ്രാമവാസികൾക്ക് വേണ്ട അറിയിപ്പുകൾ സിഗ്നലുകളായി നൽകുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളൊന്ന് ഊതിയാൽ ഇത് ശബ്ദം വരികയില്ല. For men, is the one to look after our cows, make the fence around the village, and also take care of animals. For women, is the one to make the houses and also take care of kids. ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഞങ്ങളുടെ ഗൈഡ്. മസായി മാറ മേഖലയിലെ തദ്ദേശീയ നിവാസികളാണ് അർദ്ധനാടോടി വംശീയ വിഭാഗമായ മസായി ജനത. പരമ്പരാഗതമായി ഉപജീവന മാർഗത്തിനായി പാൽ, മാംസം എന്നിവയ്ക്കായി കന്നുകാലികളെ ആശ്രയിച്ചിരിക്കുന്ന എങ്കാങ് എന്ന് വിളിക്കുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അവർ വ്യത്യസ്തമായ ഒരു സംസ്കാരം നിലനിർത്തുന്നു. അവരുടെ പുരുഷാധിപത്യ സമൂഹത്തിൽ സമ്പത്ത് അളക്കുന്നത് കന്നുകാലികൾ, ഭാര്യമാർ, കുട്ടികൾ എന്നിവയിലൂടെയാണ്. സൃഷ്ടാവ് നമുക്ക് കന്നുകാലികളെയും കുട്ടികളെയും നൽകട്ടെ, അങ്ങനെയാണ് ഒരു മസായിയുടെ പ്രാർത്ഥന. Nowadays, we have for you to be a leader. They say next time they are taking a spear and they throw far. Maybe you are the first one to throw far. You be the leader of the young warriors. Okay. Yeah.
പരമ്പരാഗതമായി മസായികൾ മാംസം, പാൽ, കന്നുകാലികളുടെ രക്തം എന്നിവയെ ആശ്രയിക്കുന്നു. പരിച്ഛേദന ചെയ്തവർക്കും പ്രസവിച്ച സ്ത്രീകൾക്കും രോഗികൾക്കും അവർ കന്നുകാലികളുടെ രക്തം നൽകുന്നു. കൂടാതെ മദ്യപിക്കുന്നവർ പതിവായി രക്തം കുടിക്കാറുണ്ട്. ഇവരുടെ ലീഡർ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ആഴ്ചയിൽ 2-3 പ്രാവശ്യം 1 ഔൺസോളം രക്തം കുടിക്കാറുണ്ട് എന്നാണ്. പശുവിന്റെ രക്തം കുടിക്കുന്നത് അവർക്ക് ജീവശക്തിയും പ്രധാന പോഷകങ്ങളും നൽകുന്നുവെന്ന് മസായികൾ വിശ്വസിക്കുന്നു. ചൂടുവെള്ളമോ പുകയോ ഉപയോഗിച്ച് അണുവിമുക്തമായ കന്നുകാലിയുടെ കഴുത്തിലെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സിര മൂർച്ചയുള്ള ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് മുറിച്ചാണ് അവർ രക്തം ശേഖരിക്കുന്നത്. ആവശ്യത്തിനുള്ള രക്തം ശേഖരിച്ചു കഴിഞ്ഞാൽ മുറിവ് ഒരു പ്രത്യേക പച്ചമരുന്ന് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ദിവസങ്ങൾക്കകം ആ മുറിവ് ഉണങ്ങുകയും ചെയ്യും. എന്നാൽ ആ പ്രക്രിയ അവർ പുറത്തുനിന്നുള്ളവരെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ അവരുടെ പല ആചാരങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മസായികളുടെ അടുമു എന്ന ജമ്പിംഗ് ഡാൻസ് ആണിത്. യുവ മസായി പുരുഷന്മാർക്ക് അവരുടെ ശക്തി, പുരുഷത്വം എന്നിവ പ്രദർശിപ്പിക്കുന്നതിനും കാമുകിമാരെ ആകർഷിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണിത്. ഏറ്റവും ഉയരത്തിൽ ചാടുന്നയാളെ യുവതികൾ അവരുടെ കാമുകനായി തിരഞ്ഞെടുക്കുന്നു. ഈ ചാട്ടത്തിൽ അവർ സാധാരണയായി 6 അടി വരെ ഉയരത്തിൽ ചാടാറുണ്ട്. ഞങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കി. എനിക്ക് 2 അടി പോലും ഉയരത്തിൽ ചാടാൻ സാധിച്ചില്ല. മസായികൾക്കിടയിൽ ബഹുഭാര്യത്വം ഒരു സാധാരണ രീതിയാണ്. എന്നാൽ എല്ലാ ഭാര്യമാരും ഒരേ വീട്ടിൽ താമസിക്കാറില്ല. സിംഹങ്ങളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനായി അക്കേഷ്യ മൂടുള്ള വേലികളാൽ ചുറ്റപ്പെട്ട വൃത്താകൃതിയിലുള്ള ക്രാലുകൾ എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്താണ് മസായികൾ താമസിക്കുന്നത്. വേലി പണിയുന്ന ഉത്തരവാദിത്തം പുരുഷന്മാരുടേതാണ്. സ്ത്രീകളാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ഭാര്യയും വേറെ വേറെ വീടുകൾ ഉണ്ടാക്കും. ചെളി, കമ്പുകൾ, പുല്ല്, ചാണകം, ഗോമൂത്രം എന്നിവ ഉപയോഗിച്ചാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. വീടുകൾക്ക് മുമ്പിലാണ് കന്നുകാലികളെ പാർപ്പിക്കുന്നത്. ആൺകുട്ടികളാണ് സാധാരണയായി കന്നുകാലികളെ മേയ്ക്കുന്നത്. സ്ത്രീകൾ ജലശേഖരണം, വിറക് ശേഖരണം, പാൽ കറക്കൽ, പാചകം എന്നിവ കൈകാര്യം ചെയ്യുന്നു. ഈ ക്രാലുകളുടെ സുരക്ഷ ആണുങ്ങളുടെ ചുമതലയാണ്. മൂപ്പന്മാർ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. കന്നുകാലികൾ മേയാൻ പോകുന്നതിന് മുമ്പ് പ്രധാന മൂപ്പൻ ആ ദിവസത്തിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാറുണ്ട്. മസായി ജനതയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നെഞ്ച്, കൈകൾ, കാലുകൾ എന്നിവയിൽ പാടുകൾ ഉണ്ടാക്കുന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട്. ഈ പാടുകൾ സൗന്ദര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. സഹിഷ്ണുതയും ശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ പാടുകൾ. മൂർച്ചയുള്ള മരമോ കല്ലോ ഉപയോഗിച്ചാണ് ഈ മുറിവുകൾ ഉണ്ടാക്കുന്നത്. മുറിവുകളുടെ എണ്ണം കൂടുന്തോറും സമൂഹത്തിലെ അയാളുടെ അംഗീകാരവും കൂടുതലായിരിക്കും. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 60-ൽ കൂടുതൽ പാടുകൾ ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയിൽ ഈ ആചാരങ്ങൾ കുറവാണ്. പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരമ്പരാഗത രീതി അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മുള്ളുവേങ്ങ പോലുള്ള മൃദുവായതും കടുപ്പമുള്ള അക്കേഷ്യ മരത്തിന്റെയും 2 തടി കഷ്ണങ്ങൾ, ഒരു ചെറിയ പരന്ന കല്ല്, ഉണങ്ങിയ ഇലകൾ, പുല്ല് ഇവയൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഈ വീടുകളിലൊന്നും വൈദ്യുതിയില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു അംഗം രാവിലെ ഇങ്ങനെ തീ ഉണ്ടാക്കും. മറ്റുള്ള സ്ത്രീകൾ അവിടെ നിന്നും തീ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ വീട്ടിലെ പാചകം ആരംഭിക്കും. എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ മസായികൾ വിദഗ്ധരാണ്. ചില സ്ത്രീകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 22 ഉപഗോത്രങ്ങളുള്ള മസായി ജനതയെപ്പറ്റി പറഞ്ഞാൽ ഇനിയും ധാരാളമുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പല പ്രാകൃത ആചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സമൂഹമാണവർ. പുതിയ ഭൂവിനിയോഗ പരിപാലന സംവിധാനവും മറ്റു പരിഷ്കാരങ്ങളും മൂലം ഒരു കാലത്ത് അഭിമാനകരവും സ്വയം പര്യാപ്തവുമായ ഒരു സമൂഹമായിരുന്ന മസായി സമൂഹം ഇപ്പോൾ നിരവധി സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വികസനത്തിന്റെ അടിച്ചേൽപ്പിക്കപ്പെട്ട വിദേശ ആശയങ്ങൾ കാരണം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മസായി സംസ്കാരം ഒരു സങ്കടകരമായ സത്യം മാത്രമാണ്.
സഫാരി എൻട്രി ഗേറ്റിന്റെ അടുത്ത് തന്നെയുള്ള മാരാഡുമ ബുഷ് ക്യാമ്പിലാണ് ഞങ്ങളുടെ താമസം ഏർപ്പാടാക്കിയിരിക്കുന്നത്. കാടിന്റെ ആംബിയൻസോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണിത്. മസായിമല റിസർവ് ഫോറസ്റ്റിന്റെ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ ചെറിയ മൃഗങ്ങളൊക്കെ ഇതിലെ വരുമെന്നാണ് സെക്യൂരിറ്റി സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞത്. ടെന്റിലാണ് ഞങ്ങളുടെ താമസം. ബാത്റൂം ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടെന്റാണിത്. സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടെന്റിന്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ. മുമ്പിൽ കാണുന്ന മസായിമാര നാഷണൽ പാർക്കാണ്. 2-3 ജിറാഫുകൾ ദൂരെ മേഞ്ഞു നടക്കുന്നുണ്ട്. മുമ്പിൽ കൂടെ ഒഴുകുന്ന തോട്ടിൽ ഹിപ്പോയും മുതലയും ഒക്കെ സ്ഥിരം വരുന്ന സ്ഥലങ്ങളാണ്. ഒരു മുതല അവിടെ കിടപ്പുണ്ട്. കുറച്ച് അകലെയായി ഒരു ഹൈന നടക്കുന്നത് കാണാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആംബിയൻസ് ആണിത്. ഇനി 3 ദിവസം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അതിലൊക്കെ ഉപരിയായി എന്നെ ആവേശഭരിതനാക്കുന്നത് നാളത്തെ ഫുൾ ഡേ സഫാരിയാണ്. ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ.